സുലൈമാനെ രാഘവന് ചായ കൊടുത്തേ. ആ അതാ അടുക്കണ്. മധുരം ഇട്ടിട്ടില്ലല്ലോ. നിങ്ങക്ക് ഷുഗർ ആണെന്ന് ഞമ്മക്കറിയൂലേ? അല്ല നിങ്ങളെ മുതലാളി ഇതാ വരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ല. ഇത് എവിടെയാണ്? വരും, വരാതിരിക്കില്ല. അവിടെ ഒരു 100 കൂട്ടം ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ. ആ തിരക്കിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി കുറച്ചു ദിവസം നാട്ടിൽ വന്ന് നിൽക്കാന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? രാഘവൻ പറഞ്ഞത് വാസ്തവം. എന്തോ രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവൂടോ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ നിങ്ങളെയല്ല വിളിച്ചത്, പളനിമല ആണ്ടവനെയാ. അയ്യോ പാവം. ആ പിച്ചക്കാരന് വല്ലതും കൊടുത്തുട്ടേക്കാ. ഈറ്റിങ്ങളെ കൊണ്ടുള്ളൊരു ശല്യം. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നെന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക. ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട കണ്ടില്ലേ? വെറുതെ വെച്ചെടുക്കാ തെണ്ടി. ഞാൻ തെണ്ടിയല്ലടാ തെണ്ടി. എന്നെ തെണ്ടിന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരോ നോക്കൂലൻ. പരിപ്പടക്കറി ഞാൻ പറഞ്ഞേക്കാം. എന്റെ അപ്പനിട്ടെറി. ഞാൻ മേലായതന, മനസ്സിലായോ? പടച്ചോനെ അനക്ക് ഇത് എന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പട്ടി എവിടെ? നീ പോടാ പച്ചന്തേ. എന്താ ഉണ്ടായെന്ന് പറ വേല. ഇതാ പറയാവേ. കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ. ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? അപ്പൊ ഇനി 2 മാസം കഴിഞ്ഞ് പോയാ പിന്നെ ഇങ്ങോട്ട് വരികയില്ല. അല്ല ഇനിയിപ്പോ പോയില്ലാന്ന് വെക്കാ. അപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യടാ, പോയിട്ടില്ലെങ്കിൽ പിന്നെ അസലായി. എനിക്ക് പഠിക്കാനുള്ളതാ. പഠിച്ച് ഡിഗ്രി എടുത്ത് ഒരു വലിയ ഡോക്ടർ ആവണം, എന്റെ അച്ഛനെ പോലെ. നിന്റെ അച്ഛൻ ഡോക്ടറാ? പിന്നെ അതറിയില്ലേ, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല ഡോക്ടർ എന്റെ അച്ഛനാ. എന്താ പേര്? ഡോക്ടർ മാധവൻ, BSc MBBS. അപ്പൊ നിങ്ങളുടെ വീടൊക്കെ ടെറസാവൂല്ലേ? അതെല്ലോ. കാറൊക്കെ ഉണ്ടോ വീട്ടില്? എന്ത് നിറ? ചുവപ്പ് മാരുതി സെൻ. വേറെന്തൊക്കെയുള്ള? ഈ പഞ്ഞിക്കെട്ട് പോലത്തെ രോമുള്ള നായ്ക്കുട്ടിയൊക്കെ ഉണ്ടോ? നായ്ക്കുട്ടിയുണ്ട്, ഫോണുണ്ട്, പിന്നെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷൻ, അങ്ങനെ എല്ലാം ഉണ്ട്. ആ പിന്നെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഡ്രൈവറും കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. ആട്ടെ, രമേശന്റെ വീട്ടിൽ എന്തൊക്കെയുള്ളത്? എന്റെ വീട്ടില് അത് പിന്നെ നോണ പറയാൻ പാടില്ല കേട്ടോ. ഇല്ല, എന്റെ വീട്ടില് ഞാൻ അത് പിന്നെ. എന്തിനാ മടിക്കണേ? പറഞ്ഞോളൂ. എന്റെ വീട്ടിലൊന്നുമില്ല. ആകെ ഒരു മണ്ട സൈക്കിളുണ്ട്, പിന്നെ പിന്നെ കുറെ പപ്പടപ്പൊടിയുണ്ട്. ഞങ്ങളൊക്കെ പാവങ്ങളാ. എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ അത്ര അച്ഛൻ മരിക്കണ. അമ്മയ്ക്ക് 2ാമത് കല്യാണം കഴിഞ്ഞു. അതിൽ കുട്ടികൾ വേറെ ഉണ്ട്. ചെറിയച്ഛന് എന്നും എന്നെ വെറുപ്പാ. എന്നെ തീരെ ഇഷ്ടമല്ല. എപ്പോഴും എന്നെ ചീത്ത പറയും. വിഷമായില്ലേ? സാരില്ല, എല്ലാവർക്കും അവരവരുടേതായ കഷ്ടപ്പാടും സങ്കടങ്ങളും ഒക്കെയുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കണ കുറെ സ്വപ്നങ്ങൾ മാത്രമാണ്. രമേശിനെ പോലെ തന്നെയാ ഞാനും. എനിക്ക് 2 അനിയത്തികളാ. അച്ഛനെ കൊണ്ട് ഒരു കാര്യമില്ല. ഓർമ്മ വച്ച മുതല് വീട്ടിലെന്നും അമ്മയായിട്ട് ബഹളമാണ് അച്ഛൻ. ഒരിക്കല് അച്ഛന്റെ അടി കൊണ്ട് അമ്മ സുഖമില്ലാതെ കിടപ്പിലായി. പിന്നെ അമ്മയെ ശുശ്രൂഷിക്കാനും വീട്ടിലെ പണിക്കുമായിട്ട് എന്റെ പഠിപ്പ് നിർത്തി. കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോണ കാണുമ്പോ സങ്കടം സഹിക്കാണ്ട് കുറെ കരയും. എപ്പോഴോ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കണം. ഒരു ദിവസം മാഷി വീട്ടിൽ നേരിട്ട് വന്ന് എന്നെ വീണ്ടും പഠിപ്പിക്കണമെന്ന് അച്ഛനെ നിർബന്ധിച്ചു. ഇന്ന സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഞാനാ. എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും ശരി, എനിക്ക് പഠിക്കണം. പഠിച്ചൊരു ഡോക്ടർ ആവണമെന്ന ആഗ്രഹം. നടക്കുമെന്നറിയില്ല. തീർച്ചയായും നടക്കും. വലിയ ഡോക്ടറൊക്കെ ആയാല് നമ്മളെയൊക്കെ ഓർക്കുവോ? ഓർക്കും. സ്കൂളിൽ പഠിക്കാത്ത ഈ കാക്കക്കുറുമ്പനെ മറക്കും. മാലതി, രാഗിണി ചേച്ചി, ഏതാ പുതിയ 2 മൂത്രമൊഴിക്കാനും മുട്ടിട്ട് പാടില്ല. നോക്കി നടക്ക്, കല്ലെ തട്ടി വീഴണ്ട.
നിങ്ങൾക്ക് ചുമയുണ്ടോ? നിന്നെ ചുമക്കണുണ്ട്. എന്റെ അമ്മേ അരക്കം വേലായതിനല്ല വരുന്നത്. കാല് സ്ലിപ്പാകല്ലേ ഈശ്വരാ. ആ പലിശക്കാരും കുഞ്ഞുണ്ണിയാരും ആൾക്കാരും വരുന്നുണ്ട്. തവിടെയല്ല ഇവിടെ. ഈ വഴിക്കാന്നോ? അവരിതുവഴിയാ വരുന്നത്. എന്തായാലും നമ്മളെ കണ്ടിട്ടില്ല. അപ്പൊ നീ നടന്നോ? പലിശ ചോദിച്ചാൽ ഞാൻ വീണ്ടും കാറടിച്ച് ആശുപത്രിയിലാണെന്ന് പറയൂ. നിങ്ങൾ എങ്ങോട്ടാ? പൊന്തക്കാട്ടിൽ ദേ, ഒളിക്കാൻ. ഈ ലാക്കിനുള്ള ഷാപ്പിലും കയറി 4 കാലം വീട്ടിലെത്തിയ കോലെല്ലാം ഒടിക്കും ഞാൻ. ഇനി അതും കൂടെ ഒടിയാനുള്ളൂ. മുടിയാനായിട്ട് നീ പോ. ഓ, പലിശക്കാരൻ കുഞ്ഞുണ്ണിയല്ല, അവന്റെ താത്ത മണ്ണുണ്ണി വന്നാ പോലും ഈ വേലായുധന്റെ രോമം പിഴാൻ പറ്റില്ല. വേലായുധം വീട്ടിലുണ്ടോ? ഇല്ല, സുഖമില്ലാണ്ട് ആശുപത്രിയിൽ ഇരിക്കുക. അവൻ ആശുപത്രിയിൽ നിന്ന് വരട്ടെ. എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരണം. കൊടുത്ത കാശ് കിട്ടുമോന്ന് നമുക്കൊന്നും അറിയണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ആസ്പത്രിയില്. ഇത് മഴ പെയ്യണോ? ഇല്ലല്ലോ. ഒരു ഉപ്പ് രസം. എന്താ മരപ്പെട്ടി താമസമാക്കിയിട്ടുണ്ടോ? ഒന്നും കാണാനും പറ്റില്ല. എന്തായാലും മുതലാളി ഇങ്ങോട്ട് വന്നോട്ടെ, ബാക്കി കാര്യമൊക്കെ പിന്നെ എന്താ വേല ഇതാ? വീട്ടിൽ ഇതിനൊന്നും സൗകര്യം ഇല്ലേ? തൂറിയതൊന്നുമല്ല, പിന്നെ ഒളിച്ചതാ രക്ഷപ്പെടാൻ. എന്നെ ഭയങ്കര പേടിയാ. നീ പോടാ. ആ പലിശക്കാരൻ കുഞ്ഞുണ്ണി എന്നെ കണ്ടാ കൊന്നുകളെന്ന് പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണോ? അത്യാവശ്യത്തിന് വാങ്ങിയതാ. പലിശ പെരി പെരി മല പോലെയായി. എന്താ ചെയ്യാ, കച്ചവടം മോശം. എന്റെ ഈ കഷ്ടപ്പാട് കണ്ട് മേലെ ഒരാളിരിപ്പുണ്ട്. ആ, മോളിൽ ഒരാൾ ഉണ്ടെന്നുള്ള ബോധം വേണം. അപ്പൊ ഇത്തിരി മനസ്സമാധാനം കിട്ടും. മേളിലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴാ ചതിക്കെന്നറിയില്ല. മഹാതിരുമാലിയാ. വാടോ. അല്ല, ഇവിടെ വല്ലാത്തൊരു വാട. ആ വേലാതിന് വയറിളകി കാണും. ആ വാ. മരപ്പട്ടി. നന്നായിട്ടുണ്ടല്ലോ. ഇത് സ്വർണ്ണം വെക്കിയതാ? പിന്നെ ഇത്തിരി പൊളിക്കും. ഇതേ അസല് സ്വർണത്തിന്റെ. എവിടെ നോക്കട്ടെ? വേണ്ട വേണ്ട, അങ്ങനെ നോക്കണ്ട. ഇങ്ങനെ കണ്ടാ മതി. ഇതൊരാൾക്കും കൊടുക്കരുതെന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കണേ. ഓ പിന്നെ ഒന്ന് നോക്കട്ടെ പെണ്ണെ. എന്താ വിളിച്ചേ? പെണ്ണേന്നോ? അതെ. ഈ കാക്കക്കുറുമ്പ് എടുക്കും. ഇങ്ങോട്ട് താടി. അയ്യോ. നിക്കല്ലെടാ. നോക്കട്ടെ, നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. കണ്ണി കണ്ടവന്മാരുമായിട്ട് പിടച്ചു പോയാല് ചോദിച്ചോക്കല്ലേ. നാട് മുഴുവൻ പെണ്ണിനെ കയറൂരി വിട്ടിട്ട് ഇപ്പൊ ഒന്നും അറിയാൻ മേത്ത എന്നോട് ചോദിക്കാം. ഞാൻ നിന്റെ മോളെ അവിടെ കൊണ്ടാക്കി തരാം. പിന്നെ തല്ലുവോ കൊല്ലോ എന്ത് വേണം ചെയ്തോ. ഇവിടെ വെച്ച് വേണ്ട. നീ ഇപ്പൊ പോ. ചേട്ടോ, എന്തായോ ചേട്ടാ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. അവന്റെ കൊരവള്ളിയെ മുറിക്കാം. വേണ്ട, നീ ഇപ്പൊ വീട്ടിൽ പോ. ഞമ്മനെ ഫ്രീ ആയിട്ട് മുറിച്ചു തരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കിൽ വേണ്ട. ഒരു ഉപകാരം ചെയ്യാന്ന് പറഞ്ഞപ്പോ വേണ്ട വേണ്ട അത്ര. ഇതിനാണോ ആ കള്ളോടെ എന്റെ കുട്ടി തല്ലി ചാച്ചത്? സാരല്ലോ, എന്റെ കുട്ടി വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇനി എവിടേക്കും പോണ്ട, ആരായിട്ട് കൂട്ടുകൂടണ്ട. അല്ല എന്റെ അമ്മേ, നീ എന്താ ചന്ദ്രനിൽ പോവാൻ പോണ? അത് സൈക്കിളിൽ നിന്നൊന്ന് വീണതാ.
ആ അത് ശരി. ഇതെന്താ കയ്യില് പറ്റിയത്? ഓ അത് 4 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒന്ന് വീണതാ. പരിക്കാൻ തേച്ച് ബിൽഡിംഗ് തീർന്ന അറിഞ്ഞില്ല. കാല് വഴി താഴേക്ക് പോയി. അയ്യോ, ചാവണ്ടതായിരുന്നു. നല്ല കാലത്തിന് ഇത്രേ പറ്റുള്ളൂ. യവന് നല്ല കാലം തന്നെയാണ് രമേശ. അല്ലെങ്കിൽ പിന്നെ 10-50 അടി ഉയരമുള്ള മരത്തിൽ നിന്ന് തലയും കുത്തി താഴെ വീണത് കുളത്തിലെ വെള്ളത്തിലേക്കല്ലയോ? ആ വീഴ്ച കരയിലേക്കായിരുന്നെങ്കിലും ഒത്താവിട് പൊടിയായേനെ. വെള്ളത്തിലേക്കോ? ഞാനോ? രാഘവൻ പിച്ച് പേയും പറയണം. ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വൈര്യമായിട്ട് കുളിക്കാൻ പറ്റില്ലെന്ന് എന്ത് ചെയ്യും? അതിന് കോമലെടുത്ത് ബാത്റൂമിലല്ലേ കുളിക്കുന്നത്, കുളത്തിലല്ലല്ലോ. നിന്നോടെ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വാടാ. അല്ല എങ്ങോട്ടാ രാഘവൻ ഈ കൊലയും തൂക്കി പിടിച്ചോണ്ട്? കുളക്കടവിലേക്ക് കുളി കാണാൻ. ആ ഞാൻ വിചാരിച്ചു കോമളയുടെ വീട്ടിലേക്കായി. നീ വാടാ. ചെല്ലടാ. ചോന്ത്. പഴം പോയി ഉള്ള വേഗം വാടാ. ആള് കുള്ളനാണെങ്കിലും അടിപൊളി വല്ലേ വല്ലേ. നിന്റെ കയ്യില് കാശുണ്ടോ കുറച്ച് കടം തരാനായിട്ട്? ആശുപത്രി കടം പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഉണ്ടെങ്കിൽ ഒരു 100 റുപ്യ താടാ. 100 റുപ്യ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി സ്വർണം പൂശേനെ. കണ്ടില്ലേ ഒക്കെ മങ്ങി തുടങ്ങി. സമയം എത്രയായിട്ടുണ്ട്? ഒരു 8-8 ആയിട്ടുണ്ടോ? അയ്യോ കുളി കഴിഞ്ഞിട്ടുണ്ടാവും. പങ്കജവലി ലീവിന് വന്നിട്ടുണ്ട്. ഇതെന്താ രമേശ കഴുത്തിലൊരു കുടുക്ക്? വീണതാ. സൈക്കിളിന്റെ ബ്രേക്ക് ഒന്ന് പോയി. നീ ആരെ ഈ നോക്കണത്? ഒന്നുമില്ല. ആ കുട്ടി എവിടെ അമ്മയുടെ? ഏത് കുട്ടി? അല്ല നിങ്ങളുടെ മീനാക്ഷി. ആ അവൾ ഇന്നലെ പോയി. അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. 2 മാസം കഴിഞ്ഞിട്ട് പോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതച്ഛനാ കൂട്ടിക്കൊണ്ടുപോയത്? ഏതച്ഛനെന്നോ? അവൾക്കൊരച്ഛനേ ഉള്ളൂ, ആ കള്ളൂടിയ മാധവൻ. നീ കണ്ടിട്ടുണ്ടാവൂലോ. ഞാനോ? ആ അവനല്ലേ ഇന്നലെ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കിയത്. ആര് പറഞ്ഞു? ആ എനിക്കറിയാം. ഞാൻ പോവാ. രമേശ് അവിടെ നിൽക്ക്. നീ നല്ല കുട്ടിയാ. നല്ല കുട്ടികൾ നല്ല ശീലത്തിൽ വളരണം. ബുദ്ധിമോശം കാട്ടി ചീത്തപ്പേരുണ്ടാക്കരുത്. നീ എന്ത് വർത്താനായി പറയണത്? വിവരക്കേട്. അവളുടെ നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അവളെ നേരിട്ട് കാണാന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ്. റിസ്ക് അല്ല, ബന്ന്. എടാ അങ്ങനെ അവിടെ പോയാല് തല്ലുകൊണ്ട് പുറം പൊളിയൂന്ന്. ഇവിടെ വന്ന് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കണമെങ്കിൽ അവളെ തന്ത ചില്ലറക്കാരനല്ല, നോട്ടാ നോട്ട്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. എന്നാ പോയി കാണ്. എടാ എങ്ങനെ കാണാൻ പറ്റുന്ന നീ പറയണത്? നമുക്ക് 2 ആൾക്കും കൂടി പോവാന്നേ. എന്നിട്ട് വേണം ബാക്കിയുള്ള കൈയും കാലും ഒടിഞ്ഞ് വല്ല മുക്കിലും മുലലും കിടക്കാൻ. ഇപ്പൊ അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട്, അത് ഇല്ലാതാക്കല്ലേ രമേശ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ എന്റെ കൂടെ ഒന്ന് വരണം. നിനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവൂലേ? ഒന്ന് കാണാനാടാ. അത്രക്ക് ഇഷ്ടാ നിനക്ക് അവളെ? ആ. അവൾക്കോ? നീ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാം. എന്റെ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാം. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ചില പ്രാഥമിക അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. പ്രാഥമിക എന്ത്? മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടടാ രമേശ. അല്ലാതെ പോയാലേ നമ്മൾ നാട് കണ്ടെന്ന് വരൂല. എനിക്ക് സന്തോഷാടാ ശങ്കരു. അയ്യോ ആഹാ, എന്താ പോയതേട്ടാ? പഴത്തിനകത്ത് കൂടോത്രം ചെയ്യുന്നുണ്ടോ? കൂടോത്രം ഒന്നും അല്ലടോ. 3-4 ദിവസമായിട്ട് അവളുടെ ഒറ്റ നിപ്പാ. മൃഗഡോക്ടർ പറഞ്ഞത് വിശപ്പില്ലെന്ന്. ആർക്ക്? അമ്മിണിയമ്മയ്ക്കോ? അമ്മിണിയമ്മ എന്തിനാടോ മൃഗഡോക്ടറെ കാണിക്കുന്നത്? അല്ല, ചില്ലറ അസുഖങ്ങൾക്ക് മൃഗഡോക്ടർ നോക്കൊക്കെ ചെയ്യും. ഇന്നാളൊരു ദിവസം എനിക്ക് ദഹനക്കേട് വന്നപ്പോ ഡോക്ടർ പിഷാരടിയല്ലേ കണ്ടത്. ഈ പിഷാരടി ആരാ? നല്ല 1-ാം തരം മൃഗഡോക്ടർ അല്ലേ? അതെ, തനിക്കൊക്കെ പറ്റും. ഇത് പശുവിനാടോ. അത് പുല്ലും തിന്നുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. അതിന് വിശപ്പുണ്ടാകാനുള്ള മരുന്നായത്. അങ്ങനെ. അപ്പൊ ഒരു പകരം സിഗരറ്റ് ചെന്നേ. ബീഡി വല നിർത്തിട്ട് ഇപ്പൊ താൻ സിഗരറ്റ് ആക്കിയോ? ഒന്ന് ഗമേലായിക്കോട്ടെന്ന് നമ്മുടെ മുതലാളി എത്തുവന്നേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ എപ്പോഴാ വരികയെന്ന് പറയാനൊക്കത്തില്ല. അല്ല എണ്ണ പതിപോലെ കുറവുണ്ട്. അല്ല നമ്മുടെ മുതലാളി വരുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ഗോവിന്ദേട്ടാ, എന്താണോ പച്ചോന്നേ നിന്റെ കൈക്കെന്ത് പറ്റി? ഒരു പഴത്തൊലി ചവിട്ടിയതാ. അത് നന്നായി. കുറച്ച് ഗോമൂത്രം വേണമായിരുന്നു. എന്തിനാ നിനക്കിപ്പോ ഗോമൂത്രം? കുടിക്കാനാ. പോയി അതും കുടിച്ചു തുടങ്ങിയോ നീ? എനിക്കല്ല, അമ്മുമ്മക്ക മരുന്നിനാ. എന്തു പറ്റി അമ്മയ്ക്ക്? കടവയറ്റിലൊരു നീർക്കെട്ടെ. അപ്പൊ വൈദ്യര് പറഞ്ഞ് ഗോമൂത്രത്തിന്റെ അകത്ത് ഇങ്ങനെ ഉപ്പ് കലക്കി കൊടുത്താൽ ശരിയാവും പറഞ്ഞ്. അമ്മണി ഉണ്ടോ അവിടെ? അമ്മണി എപ്പോഴാ മൂത്രം ഒഴിക്കണ? എന്താ? അമ്മണി അടുത്തല്ല, പശു എപ്പോഴാ മൂത്രം ഒഴിക്കണ? പശു 9:25 ഒരു സമയം. ഇനിയിപ്പോ ഒരു 10:15 ഒന്ന് നോക്കാം.
അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ പശു ടൈം ടേബിൾ വെച്ചാ മൂത്രം ഒഴിക്കണ? ടൈം ടേബിൾ വേണമെങ്കിൽ പാത്രം അതിന്റെ മൂട്ടി പോയി നിക്കടാ. ആ ആ നിക്ക് ആ. ദാ ഇതൂടെ പശുവിന് കൊടുത്തേക്ക്. ഇങ്ങനെ വെച്ചേരി. ആ പഴം കൊടുത്താ മൂത്രം ഒഴിക്കായിരിക്കും അല്ലേ? കൊടുത്ത് നോക്ക. ആ കൊടുത്തു നോക്കാം. പഴം കൊടുത്താ പശു മൂത്രം ഒഴിക്കും. അപ്പൊ ചാണകിടാൻ എന്താണാവോ കൊടുക്കുന്നത്? ഗോവിന്ദേട്ടോ ഹ, നീ ആ തൊഴുത്തി പോയി. ഞാൻ പോവന്നെയാണെന്നേ. എന്താ രണ്ടുപേരും കൂടെ? കുറച്ച് സാധനങ്ങൾ വേണം. ആ. പച്ചരി വന്നിട്ടുണ്ടോ? അതുണ്ട്. നിനക്ക് എന്തിനാ പശു പഴം? തോല് തിന്നാ പോരെ. ഗോവിന്ദേട്ടന് അമ്മണി അടുത്തേക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം. എന്നാലും അർഹതപ്പെട്ടവന്റെ ഓരോരുത്തർക്കും തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തോല് നിനക്ക് പഴം എനിക്കും. കേട്ടോ നല്ല പശു, നല്ല ഐശ്വര്യമുള്ള പശു. അയ്യോ വന്ന കാര്യം മറന്നു. ആ പെണ്ണ് പോയെന്ന് നോക്കണ്ടേ? അമ്മണിയമ്മേ, അമ്മണിയമ്മേ, അമ്മണിയമ്മേ. അമ്മമ്മ വളപ്പില. അപ്പൊ പോയില്ലല്ലേ? വളപ്പിലെന്താ? പുല്ലെരിയാൻ പോയതാ. എന്താ വേണ്ടേ? ഇത്തിരി മൂത്രം വേണമായിരുന്നേ. ഗോമൂത്രം. പശുവിനോട് ചോദിച്ചോളൂ. ആ പശുവിനോട് ചോദിച്ചപ്പോ പശു പോയോ? എന്തൊരു വിശപ്പിങ്ങനെ. രണ്ടു പഴം നിന്നാണല്ലോ. ഇവിടെ ചക്കയും മാങ്ങൊന്നുമില്ലേ? പാൽ കുടിച്ചാലോ? തൊണ്ട വരൾന്ന് വെള്ളം തായ്ക്കണം. വിശന്നിട്ട് വയ്യ. അതെ വിശന്നിട്ട്. പന്ത്രണ്ടാമത്തെ ബിരിയാണി പൊതി ഓപ്പൺ ചെയ്തു. വിശപ്പ് പറഞ്ഞില്ല. വേണ്ട. നിനക്ക് വേണ്ടല്ല. അല്ല വേണമെങ്കിൽ ഇനി മേടിച്ചിട്ട് വേണം. എന്തായി? എന്താനായിട്ട് തിന്നിട്ടും വിശപ്പ് പറഞ്ഞില്ല. എന്ത് പണ്ടാരോണാവാ. എന്റെ ബലമായ സംശയം ഫുഡ് പോയ്സൺ ആണോ എന്നാണ്. അതല്ല ചോദിച്ചത്. പിന്നെ അന്വേഷിച്ചോ? എന്ത്? മീനാക്ഷി. ആ അവള് അമ്മയാണ്. എന്ത്? അവള് അവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? നമ്മുടെ പശുവിന്റെ കൂടെ. നമ്മുടെ അമ്മണിയടുത്തിന്റെ കൂടെ. ഒരു വിളക്കേം കൊണ്ടുവരും അമ്മണിയെ. കൊണ്ടുവരാം. ഈ വിളക്കം കൊണ്ടു കൊടുത്ത കുട്ടിയെ വല്ലതും കഴിക്കാൻ നോക്കിയിരിക്കുക. കറണ്ട് കെട്ടിയ ചേർന്ന് ഒന്ന് വേഗം കൊണ്ടുവരും മോളെ. ഇതിനകത്ത് പ്രാണികൾ വല്ലതും വീണ് കിടപ്പുണ്ടോ നോക്ക്. അതിട്ടൊക്കെ ഒന്നും തിന്നാൻ കൊടുത്തില്ലേ മോളെ? ഇല്ലാന്ന് തോന്നുന്നു. കറണ്ട് വന്നിട്ട് ബൈക്കിൽ എടുത്തിട്ട് കൊടുക്ക. ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാം. വിളക്ക് വേണ്ടേ? വേണ്ട മുത്തശ്ശ, നിലാവുണ്ട്. മീനാക്ഷി ആരാ? അയ്യോ എന്തിനിപ്പോ വന്നത്? ഒന്ന് കാണാൻ. അയ്യോ എനിക്ക് പേടിയാവണം. മുത്തശ്ശൻ കണ്ട് വഴക്ക് പറയും. ഇവിടുന്ന് വേഗം പോയിക്കോളൂ. അയ്യോ ഇവിടുന്ന് പോവാൻ. ഇല്ലെങ്കിൽ എനിക്ക് അടി കിട്ടും. മറക്കരുത്. കൈ കഴുകാൻ കുറച്ച് വെള്ളം. അമ്മിണിയേ മുത്തശ്ശൻ